ഹായ് ഡിയേഴ്സ്. അപ്പൊ എല്ലാവരും നമ്മുടെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങും അതുപോലെ തന്നെ കേരളയുടെ കൗൺസിലിങ്ങിനും നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് 15% ആണ് സീറ്റുള്ളത്, 85% ആണ് സ്റ്റേറ്റ് കോട്ടയിലേക്കുള്ള അലോക്കേഷൻ. അപ്പൊ നമുക്ക് ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാനുള്ള മാർക്ക്, കട്ട് ഓഫ് മാർക്ക്, ജനറൽ എത്ര, OBC എത്ര, SC ST എത്ര നമുക്ക് മനസ്സിലാക്കാം. ഒപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകൾ, അതായത് ഓൾ ഇന്ത്യ കോട്ടയിൽ ലഭിച്ചിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകൾ ഒന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ. സ്റ്റേറ്റ് ഗവൺമെന്റ് NTA നീറ്റിന്റെ റാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്കോറും അപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും എൻറോൾ ചെയ്യണം. നമ്മൾ നല്ല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, cee.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ്. നമ്മളിവിടെ ജനറൽ വിഭാഗം, അതായത് നമ്മൾ അൺറിസർവ്ഡുകാർക്കുള്ള കട്ട് ഓഫ് മാർക്ക് 580 നമുക്ക് കിട്ടുവാണെങ്കിൽ ഔട്ട് ഓഫ് 720 580 ആണെങ്കിൽ യു ഗെറ്റ് ഗവൺമെന്റ് സീറ്റ്. OBC വിഭാഗങ്ങൾക്ക് മിനിമം 575 ആണ് കട്ട് ഓഫ് മാർക്ക് പറയുന്നത്. 575 മാർക്കാണ്. മാർക്കിന്റെ കേസാണ്. ഓൾ ഇന്ത്യ കോട്ടയിലുള്ള 15%ലേക്ക് വേണ്ടിയിട്ടുള്ള സീറ്റാണ്. ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് വേണ്ടിയിട്ടുള്ള 15% സീറ്റിലേക്കാണ് 575 ആണ് OBC. ഇനി SC വിഭാഗക്കാർക്ക് 480 ആണ് കട്ട് ഓഫ് പറയുന്നത്. 480 SC. ഓക്കെ, ക്ലിയർ. ST വിഭാഗക്കാർക്ക് അതിനേക്കാൾ കുറച്ച് മാർക്ക് കുറവ് മതി. 450, അതായത് 460 to 450 ആണ് ലാസ്റ്റ് മാർക്ക്. 450 ആണ്. അപ്പൊ ഇത്തരം മാർക്കുള്ള കുട്ടികൾ സേഫ് സോണിലാണ്. ഇവർക്ക് ഗവൺമെന്റ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾക്ക് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കൂടി ഒന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അതായത് കേരളത്തിലുള്ള കോളേജുകളിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഒപ്പം തന്നെ ആ കോളേജുകളിലെ ഫീസ് അലോക്കേഷൻസുകളും കൂടി നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. എത്രയാണ് ഗവൺമെന്റ് കോളേജിലെ ഫീസ്, അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകൾ, ഈ കേസിലേക്കൊക്കെ നമുക്ക് കടക്കാവുന്നതാണ്. ഇത് MBBS സീറ്റിനുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകളാണ്. 2019 ഫസ്റ്റ് TD മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ആലപ്പുഴ, അതായത് ജനറൽ മെറിറ്റില് 840 ആണ്. ഇത് ലാസ്റ്റ് റാങ്ക് ആണ്. ഓൾ ഇന്ത്യ റാങ്ക് ആണ് 840. SC കോട്ടയിലേക്ക് 9258 ആണ്. ST കാർക്ക് അതിനേക്കാൾ കുറച്ചും കൂടി ഉയർന്ന റാങ്ക് ആണ്. 21590 ആണ്. ഓക്കെ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളം, ഇതിന്റെ ഓൾ ഇന്ത്യ കോട്ടയിലുള്ള റാങ്ക് ആണ് 912. ഇപ്പൊ ഈ വർഷത്തിൽ അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. SCക്ക് 10,093, 22,020 ആണ് റാങ്ക് ഡീറ്റെയിൽസ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് നോക്കുക, ഏറ്റവും ഡിമാൻഡുള്ള കോളേജാണ്. 260 ആണ് ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. ഓൾ ഇന്ത്യ കോട്ടയിലാണ്. 5,177 ആൻഡ് 17,273 ആണ് ST കോട്ടയിലുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാറപ്പള്ളി കൊല്ലം 993 ആണ് ലാസ്റ്റ് റാങ്ക്. ഇപ്പം വന്നിരിക്കുന്നത്. SC കോട്ടയിൽ 10,147 ആണ്. STയിൽ 23,102 ആണ്. അടുത്തത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂർ 911 ആണ് ലാസ്റ്റ് റാങ്ക്. 10,220 ആണ്. SC ST വിഭാഗം കുറച്ചും കൂടി കൂടുതലാണ്. 22,565 ആണ്. ഈ കോളേജുകളിലേക്കൊക്കെ തന്നെ ഗവൺമെന്റ് കോളേജുകളിൽ ഓൾ ഇന്ത്യ കോട്ടയിലാണെങ്കിലും നമ്മുടെ 85% സ്റ്റേറ്റ് മെറിറ്റിലൂടെ നമ്മൾ കയറി വന്നു കഴിഞ്ഞാലും നമുക്ക് 25,000 രൂപയാണ് ഫീസ്. ജനറൽക്കാരുടെ ഫീസാണ്. SC ST കാർക്ക് 1000 രൂപയാണ് ഫീസ്. ഇപ്പൊ ഞാൻ ജനറൽ റാങ്കുകൾ വായിക്കാം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂർ 911 ആണ് ലാസ്റ്റ് റാങ്ക്. ഇവരുടെ ഫീസ് 25,000 രൂപ തന്നെ ജനറൽ കോട്ടയില്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം 568 ആണ് ലാസ്റ്റ് റാങ്ക്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരി 936 ലാസ്റ്റ് റാങ്ക്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശൂർ 631. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം 400. അപ്പൊ ഇതിന്റെയൊക്കെ ഫീസ് ഞാൻ പറഞ്ഞു. 25,000 ആണ് ജനറൽ കോട്ടയില്, 1000 ആണ് SC ST വിഭാഗക്കാർക്കുള്ളത്. അതുപോലെ OEC കാർക്കും 1000 ആണ് ഫീസ്. ഇനി നമുക്ക് പ്രൈവറ്റ്
കോളേജുകൾ കൂടി നോക്കാം. സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. ഇത് ഓൾ ഇന്ത്യ കോട്ടയിലാണ് കുട്ടികളെ. 2019 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 19 കോളേജസ് ആണുള്ളത് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ. അതിൽ 24,000 സീറ്റാണ് വരുന്നത്. ഓരോ കോളേജുകളുടെയും ഫീസുകൾ നമുക്ക് നോക്കാം. ഇതിൽ 85% നമുക്ക് സ്റ്റേറ്റ് കോട്ടയിലേക്കുള്ളതാണ്. ബാക്കി 15% ഓൾ ഇന്ത്യ കോട്ടയിൽ ഫില്ല് ചെയ്യുന്നത്. അതുപോലെ തന്നെ 85 തന്നെ NRI കോട്ടയ്ക്ക് 15% പോകുന്നുണ്ട്. അതർ റിസർവേഷൻ കാറ്റഗറിയിലും റിസർവേഷന് പോകുന്നുണ്ട്. അത് നമ്മുടെ സ്റ്റേറ്റ് കോട്ടയിലായിരിക്കും. അപ്പൊ ഇവിടുത്തെ ഫീസ് കുറച്ചും കൂടി കൂടുതലാണ്. ഇപ്പൊ ഇവിടെ അൽ അസർ മെഡിക്കൽ കോളേജ് തൊടുപുഴ, അവിടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 5703 ആണ്. ഇവിടുത്തെ ഫീസ് ജനറൽ ഇവിടുത്തെ ഫീസ് 6,16,000 രൂപയാണ് പെർ ഇയറിലുള്ള ഫീസ്. 6,16,000. ഇനി ഈ കോളേജിന്റെ പ്രത്യേകത ഒരു ന്യൂനപക്ഷ കോളേജാണ്, ഒരു മുസ്ലിം മൈനോറിറ്റി കോളേജ് ആയതുകൊണ്ട് തന്നെ ഇതിൽ 35% സീറ്റുകൾ മുസ്ലിം കാൻഡിഡേറ്റ്സിന് മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 15% NRI കോട്ടയ്ക്കും കൂടി മാറ്റിവെച്ചിട്ടുണ്ട്. NRI കോട്ടയ്ക്കുള്ള ഫീസ് 20 ലക്ഷമാണ്. ഇപ്പൊ എല്ലാ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലും NRI 20 ലക്ഷമാണ്. NRI കോട്ടയിലേക്കുള്ള ഫീസ് 20 ലക്ഷമാണ്. എല്ലാ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലും 15% NRI കോട്ട സീറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമ്മളത് അപേക്ഷ വിളിക്കുമ്പോൾ തന്നെ അതിന്റെ ഡോക്യുമെന്റ്സുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് NRIയുടെ ഒരു ലിങ്ക് നമ്മുടെ കീമിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്നതായിരിക്കും. ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ NRI കോട്ട എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പൊ അതിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി കരുണ മെഡിക്കൽ കോളേജ് ആണ് പാലക്കാട്. ഇവിടെ ഓൾ ഇന്ത്യ കോട്ടയിലെ ലാസ്റ്റ് റാങ്ക് 4,999 ആണ്. കരുണ മെഡിക്കൽ കോളേജ്. ഞാൻ കോളേജുകൾ വായിക്കാം. ഇവിടുത്തെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5,94,000 ആണ് ഫീസ്. ഇതും ഒരു മുസ്ലിം മൈനോറിറ്റി കോളേജാണ്. അപ്പം ഇതിലും 35% മുസ്ലിം കുട്ടികൾക്ക് റിസർവ്ഡ് ആണ്. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശൂർ ലാസ്റ്റ് റാങ്ക് 1,857 ആണ്. ഇവിടുത്തെ പ്രത്യേകത 100 സീറ്റാണുള്ളത്. അതിൽ ഇവിടുത്തെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6,16,000 രൂപയാണ് ഇവിടുത്തെ ഫീസ്. ഇനി ഇതിൽ NRIയിലും ഇതേപോലെ തന്നെ 2 ലക്ഷമാണ് NRIക്കുള്ള ഫീസും. അത് നമ്മൾ NRI കോട്ടയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ 2 ലക്ഷമാണ് ഫീസ്. ഇനി ഇവിടുത്തെ പ്രത്യേകത ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജ് ആയതുകൊണ്ട് തന്നെ 35% ക്രിസ്ത്യൻ മാനേജ്മെന്റ്സിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. ഒരു മൈനോറിറ്റീസിലെ എല്ലാ മത വിഭാഗങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും ഈ ആനുകൂല്യം. അടുത്തത് അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊല്ലം 4,002 ആണ് ലാസ്റ്റ് റാങ്ക്. ഇവിടെ ഒരു മുസ്ലിം മൈനോറിറ്റി കോളേജാണ്. അതുകൊണ്ട് തന്നെ 35% നമ്മുടെ സ്റ്റേറ്റ് കോട്ടയിലാണ് പറയുന്നത്. 35% സീറ്റ് ഇത് മുസ്ലിം കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് ആയിരിക്കും. ഇവിടെയും സെയിം ഫീസ് തന്നെയാണ്, 6,16,000 രൂപയാണ്. അടുത്തത് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. ഇവിടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ 2,496 ആണ്. ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ ആണ് പറയുന്നത്. ഓക്കെ, ഇവിടെയും 100 നമ്മളെ കേരള സീറ്റിൽ 100 സീറ്റാണുള്ളത്. ഇവിടെയും ഇതേ ഫീസ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഒപ്പം തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സീറ്റിലേക്ക് 30% റിസർവേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് DM വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മേപ്പാടി 5,754 ആണ് ഓൾ ഇന്ത്യ കോട്ടയിലെ ലാസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഫീസ് ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെ 6,58,900 ആണ്. MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ ഇത് 2,125 ആണ് ലാസ്റ്റ് റാങ്ക്. ഇവിടെയും 6,16,000 തന്നെയാണ് ഫീസ് ഉള്ളത്. ഓക്കെ, ഇതും ഒരു മുസ്ലിം മൈനോറിറ്റി കോളേജ് ആയതുകൊണ്ട് തന്നെ 35% സ്റ്റേറ്റ് കോട്ടയിൽ മുസ്ലിം കുട്ടികൾക്ക് റിസർവേഷൻ ഉണ്ട്. ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് വെഞ്ഞാറമൂട് 3,079 ആണ് ഓൾ ഇന്ത്യ കോട്ടയിലെ ലാസ്റ്റ് റാങ്ക്. അടുത്തത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശൂർ 1,621 ആണ് ലാസ്റ്റ് റാങ്ക്. അപ്പൊ ലാസ്റ്റ് റാങ്ക് നിങ്ങൾ ഏറ്റവും കുറവുള്ള കോളേജുകളായിരിക്കും ബെസ്റ്റ് ഉണ്ടാവാൻ നമ്മൾ മനസ്സിലാക്കാം. ലാസ്റ്റ് റാങ്കിന്റെ ഡീറ്റെയിൽസ് കോളേജുകളുടെ ആ ഒരു സെലക്ഷൻ കൂടി, റാങ്ക് കുറഞ്ഞ കുട്ടികൾ സെലക്ട് ചെയ്യുന്ന കോളേജുകളായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് റാങ്കിന്റെ കുട്ടി ചേരുന്ന കോളേജ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഉള്ളതിലാണല്ലോ ഫസ്റ്റ് റാങ്കാരൻ കയറുക. അതുകൊണ്ട് അതും കൂടി ഒന്ന് നമ്മൾ നോക്കേണ്ടതാണ്. ലാസ്റ്റ് റാങ്ക് കൂടി നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പൊ ഈ 2 കോളേജുകളിലും കൂടി ഫീസ് 6,16,000 തന്നെയാണ്
ഫീസ് ഉള്ളത്. അടുത്തത് KMCT മെഡിക്കൽ കോളേജ് മുക്കമാണ്. 3421 ലാസ്റ്റ് റാങ്ക്. ഇവിടത്തെ ഫീസിൽ ചെറിയ മാറ്റമുണ്ട്. 6,90,400 രൂപയാണ്. അടുത്തത് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഒറ്റപ്പാലം 5804 ലാസ്റ്റ് റാങ്ക്. ഇവിടത്തെ ഫീസിലും ചെറിയൊരു മാറ്റമുണ്ട്. 6,64,000 കഴിഞ്ഞ വർഷത്തെ ഫീസാണ്. നമ്മൾക്ക് ഈ വർഷത്തെ ഫീസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, തീരുമാനിച്ചിട്ടില്ല. പുതിയൊരു ഫീസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ ഫീസാണ്. അപ്പൊ ഇത് കോടതിയിൽ കിടക്കുന്ന ഒരു കേസാണ്. ഇപ്പൊ ഗവൺമെന്റ് അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുന്നതായിരിക്കും. അടുത്തത് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് കോലഞ്ചേരി 2012 ലാസ്റ്റ് റാങ്ക്. ഇതിലും 6,16,000 തന്നെയാണ് പെർ ഇയറിലുള്ള ഫീസ്. ഇതൊക്കെ ഒരു വർഷത്തേക്കുള്ള ഫീസാണ് പറയുന്നത്. അതുപോലെ തന്നെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കോഴിക്കോട് 4,512 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. ഇവിടുത്തെ ഫീസും ഇതേ ഫീസ് തന്നെയാണ്. 6,16,000 രൂപയാണ് ഇവിടുത്തെ ഫീസ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവല്ല 2,199 ഡോക്ടർ സോമവൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ് കാരക്കോണം. ഇവിടെ ലാസ്റ്റ് റാങ്ക് 3,384 ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലം 2,970 ഓൾ ഇന്ത്യ കോട്ടയിലുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് പത്തനംതിട്ട ലാസ്റ്റ് റാങ്ക് 4,659. ഇപ്പൊ ഈ കോളേജുകളിലേക്കൊക്കെ ഉള്ള തന്നെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഫീസ് തന്നെയാണ്. 6,16,000 രൂപയാണ് ഈ കോളേജുകളിലെ ഫീസ്. NRI കോട്ടയിലും ഉണ്ട്. 20 ലക്ഷമാണ് NRI കോട്ടയിലേക്കുള്ള. അതുപോലെ മൗണ്ട് സിയൻ മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയുടെ ഫീസ് 6,11,325. നെക്സ്റ്റ് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ലാസ്റ്റ് റാങ്ക് 5,531 ലാസ്റ്റ് റാങ്ക്. അവിടുത്തെ ഫീസ് 7,19,246. ക്ലിയർ. അടുത്തത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ്. അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരം 4,579 അവിടുത്തെ ലാസ്റ്റ് റാങ്ക്. അവിടെ ഫീസ് കുറച്ച് താരതമ്യേന കുറവാണ്. 5,85,200 ഈ കോളേജിലെ ഫീസ്. അപ്പൊ ഇത് നമ്മുടെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ലാസ്റ്റ് റാങ്ക് ഓൾ ഇന്ത്യ കോട്ടയിലുള്ള കഴിഞ്ഞ വർഷത്തെ റാങ്ക് ഡീറ്റെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ കേരളത്തില് 85% സീറ്റിലേക്കാണ് അലോക്കേഷൻ ഉണ്ടാവുക. അത് നമ്മുടെ CEE.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ്. അത് കേരള റാങ്ക് വന്നു കഴിഞ്ഞാലാണ് അലോട്ട്മെന്റ് ക്ഷണിക്കുക. അപ്പൊ നമ്മൾ ആ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇതൊരു ഐഡിയ ഉണ്ടാക്കാനാണ് ഞാൻ ഈ ഡീറ്റെയിൽസുകൾ പറയുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം, അതായത് പ്രൈവറ്റ് ഗവൺമെന്റ് കോളേജുകളിലെ മാർക്ക് ഞാൻ ആദ്യം പറഞ്ഞു. ഇനി അതിലും മാർക്ക് കുറഞ്ഞവർക്ക്, ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നവർക്ക് ഓൾ ഇന്ത്യ കോട്ടയില് കഴിഞ്ഞ വർഷം ഇത്രയും റാങ്കുകാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒരു റാങ്ക് ഇതിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട് ഈ വർഷത്തെ റാങ്ക് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്. കാരണം നമ്മുടെ കട്ട് ഓഫ് മാർക്കൊക്കെ 700-ന്റെ മുകളിലാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെക്കാളും റാങ്കിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ എല്ലാം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്ക് ഓപ്ഷൻസുകൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാനും നമ്മൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അടുത്ത ദിവസം നമ്മൾ BDSകളുടെ സീറ്റ് ഫീസ് കാര്യങ്ങള്, അവരുടെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നെല്ലാം നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നതായിരിക്കും. അത് നമ്മൾ അടുത്ത തന്നെ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നമ്മുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ മോട്ടിവേഷൻസും എല്ലാം ഉണ്ടാവണം. കാരണം നിങ്ങളുടെ ലൈക്കാണ് വളരെ പ്രധാനം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.